ഗൈസ് ഇന്ന് നമ്മൾ ചില ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് മുഹമ്മദ് നവാസ്. അദ്ദേഹം ചെന്നൈയിൻ FC സൈൻ ചെയ്യുന്നു. അത് ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 24 വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം ഒരു ഗോൾ കീപ്പറാണ്. വേൾഡ് കപ്പ് ബാച്ചിൻ്റെയൊക്കെ ഭാഗമായിരുന്നു അണ്ടർ-17. പക്ഷേ ഫൈനൽ സ്കോഡിലേക്ക് ഇടം പിടിച്ചിരുന്നില്ല. പക്ഷേ ഒരു ടാലൻറ്റഡ് പ്ലെയർ എന്ന നിലയിൽ തന്നെ അന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നൊരു പ്ലെയറായിരുന്നു. പിന്നീട് ഗോവയിലെത്തുന്നത്, ഗോവയ്ക്ക് വേണ്ടി റിസർവ് സൈഡിലേക്ക് കളിച്ച് പിന്നീടാണ് സീനിയർ ടീമിലേക്ക് സെർജിയോ ലൊബേറ ഉണ്ടായിരുന്ന സമയത്താണ് പ്രൊമോട്ട് ചെയ്യുന്നതും. പിന്നെ ലൊബേറയുടെ അണ്ടറിൽ അദ്ദേഹം നിരവധി മത്സരങ്ങൾ കളിച്ചു, നല്ല പെർഫോമൻസ് നടത്തി. ഏതാണ്ട് ഒരു ടീനേജിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഗോൾ കീപ്പർ എന്ന ഒരു ഡെബ്യൂ നടത്താൻ സാധിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം മുംബൈ സിറ്റി FC മാറി. അതിനുശേഷം അദ്ദേഹത്തിന് ഗെയിം ടൈമൊക്കെ കുറഞ്ഞത്. പിന്നെ അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നിരന്തരം മിസ്റ്റേക്സ് ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പ്യോബാലച്ചൻബ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കും വന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു 2 ഇയർ ഡീലിലാണ് അദ്ദേഹം ചെന്നൈയിൻ FC സൈൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മുംബൈ സിറ്റീസ് ഓപ്പർച്യൂണിറ്റി കുറഞ്ഞുകൊണ്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ചെന്നൈയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻ പേപ്പർ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പ്രിഫർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇപ്പം സാമിക് മിത്രയാണ് മറ്റൊരു ഗോൾ കീപ്പർ എന്ന നിലയിൽ അവിടെ ഉള്ളത്. ഐ തിങ്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. സോ ഇറ്റ്സ് അപ്പോൺ ദി എന്താ പറയുക ഓവൻ ഗോൾസ് ഡിസിഷൻ എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. എങ്കിലും അവർ ആ ഒരു പൊസിഷൻ സെക്യൂർഡ് ആക്കുന്നു. ഏറെക്കുറെ ചെന്നൈൻ്റെ ഇന്ത്യൻ സൈനിങ്സ് ഒക്കെ പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. കാരണം എല്ലാ തരത്തിലും അവർ മികച്ച രീതിയിലുള്ള സൈനിങ്സാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ മറ്റൊരു ഗോൾ കീപ്പറെ പറ്റി പറയണം. അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ടുള്ള ധീരജ് സിംഗ്. അദ്ദേഹം ഗോവയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നത്. അദ്ദേഹത്തിന് നിലവിൽ ഇപ്പോൾ ഒരു ക്ലബ്ബില്ലാത്ത സാഹചര്യമാണ്. ഇതേവരെ ഒന്നും കൺഫേംഡ് ആകാത്തൊരു സാഹചര്യമാണ്. അപ്പം ഞാനത് പറയാൻ കാരണം ഇപ്പം മുമ്പ് KBFC കളിച്ചു, പിന്നീട് അദ്ദേഹം ATK പോയി, അദ്ദേഹം കുറച്ച് ബെഞ്ചിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഗോവയിൽ വന്ന് അദ്ദേഹം നന്നായിട്ട് സെറ്റായി വന്നതാണ്. ACLിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തി ACLിലെ ടീം ഓഫ് ദി ആ ഒരു ടൂർണമെൻറ്റിലൊക്കെ വരെ അദ്ദേഹം ഇടം പിടിച്ചതാണ് എന്നുള്ളതാണ് ഓർമ്മ. അന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്ന് ഡൗൺ ആയി. ഹർഷദീപ് അദ്ദേഹത്തെക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെ ധീരജ് ബെഞ്ചിലാകുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു. സോ അങ്ങനെ ഇപ്പോൾ അദ്ദേഹം വേറൊരു ക്ലബ്ബ് ചൂസ് ചെയ്യാൻ സാഹചര്യത്തിലേക്ക് പോയി. അപ്പം വാർത്തകളൊക്കെ വരുന്ന പ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് ഹൈ സാലറിയാണ്. അപ്പം അത് മീറ്റ് ചെയ്യാൻ പല ക്ലബ്ബുകളും തയ്യാറല്ല എന്നുള്ള പരിപാടികളൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം ചിലപ്പോൾ മുംബൈ സിറ്റി FC അല്ലെങ്കിൽ മോഹൻ ബഗാനോ പറ്റുമായിരിക്കും. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ പറ്റില്ല. അദ്ദേഹത്തിന് ആ ഒരു ഗെയിം ടൈം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ എനിക്കൊന്ന് ഒന്നെങ്കിൽ അദ്ദേഹം റെഡ്യൂസ് ചെയ്യണം, ആ ഒരു തരത്തിലേക്കൊക്കെ പോകണം. ഇപ്പം കിട്ടുന്ന സാലറി ഒരു കാര്യങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ക്ലബ്ബ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പല ക്ലബ്സും അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓപ്പർച്യൂണിറ്റീസ് കിട്ടാവുന്ന പല ISL ക്ലബ്സും ഉണ്ട്. തവണ പ്രത്യേകിച്ച് 13 ക്ലബ്ബുകളാകുന്ന ഒരു സാഹചര്യം കൂടി വരുന്ന നിലയ്ക്ക്. അടുത്തത് VS ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി പ്ലെയർ. അദ്ദേഹം ജംഷഡ്പൂർ FC പോകുന്നു. ഗോകുലം കേരള FC ലാസ്റ്റ് സീസണിൽ നല്ല പെർഫോമൻസ് ആണ് ഈ വിങ്ങറായിട്ടുള്ള താരം നടത്തിയത്. 5 ഗോളും 4 അസിസ്റ്റും ISLിലും ടൂർണമെൻറ്റ് കപ്പിലും I ലീഗിലും ടൂർണമെൻറ്റ് കപ്പിലും ഒക്കെ ആയിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജംഷഡ്പൂർ ഒരു നല്ല ചൂസ് തന്നെയാണ് നടത്തിയതെന്ന് ഞാൻ പറയും. കാരണം വളരെ സ്പീഡി ആയിട്ടുള്ള എന്നാൽ ഗോൾ സ്കോറിങ് എബിലിറ്റി ഒക്കെ ഉള്ള താരമാണ്. അദ്ദേഹം KBFC കളിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു താരമായിരുന്നു. പോയപ്പം ലിറ്ററലി എനിക്ക് വിഷമം തോന്നിയിരുന്നു. ഗോകുലത്തിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ നല്ലൊരു പിക്ക് നടത്തുന്നു എന്നുള്ളത് തന്നെ വേണം പറയാനായിട്ട്. ഐ തിങ്ക് ഒരു മൾട്ടിപ്പിൾ ഇയർ ഡീൽ തന്നെയാണ് താരവുമായിട്ട് എത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിയൽ അലുംബൂയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം. ഈ ഒരു താരത്തെ മുംബൈ സിറ്റി FC സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ശ്രീകുട്ടൻ്റെ ഡാനിയലിൻ്റെയും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡാനിയലിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡായിട്ടുള്ള താരമാണ്. ഒരു സമയത്ത് രാജ്യത്തെ ഒരു നല്ല ടാലൻറ്റ് എന്ന നിലയിൽ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്ന താരമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയില്ല. പലയിടത്തും അദ്ദേഹത്തിന് ഗെയിം ടൈം ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ISL നോക്കിയാൽ 10-60 മത്സരം കളിച്ച് എനിക്ക് തോന്നുന്നൊരു 5 ഗോളോ മറ്റോ ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 4 ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ മിനിറ്റ്സ് നോക്കുമ്പോൾ 2500 മിനിറ്റ്സൊക്കെ കളിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണ മുംബൈ സിറ്റി FC ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള സെൻട്രൽ ഫോർവേഡ് വിദേശിയെ സൈൻ ചെയ്തിട്ടില്ല. സോ അതിനുള്ള സാധ്യതയും കുറവാണ് എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ്സ് ഇപ്പോൾ ആയിഷിക്കാറ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു താരത്തെ ഡാനിയലിനെ കൂടി ഉപയോഗിക്കുമോ എന്നുള്ളത്, പീറ്റർ കാക്കി ആ തരത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കോച്ചാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം അത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. മുംബൈ സിറ്റി FC മറ്റൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ അപ്പൂയ ക്ലബ്ബ് വിട്ടു പോകുന്നു, മോഹൻ ബഗാൻ ജോയിൻ ചെയ്യുന്നു, അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു. അപ്പൂയയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി സംസാരിച്ചാണെങ്കിലും ഇപ്പോൾ ഒരു 1.6 CR ട്രാൻസ്ഫർ ഫീ ആണ്. അത് ആക്ച്വലി മോഹൻ ബഗാൻ ലോട്ടറിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം രാജ്യത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 18 കോടിക്ക് മുകളിലുള്ള ഒരു സാലറി 5 വർഷത്തേക്കെന്നുള്ളതാണ് കേൾക്കുന്നത്. ഐ തിങ്ക്
അതിൽ കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്, പ്ലസ് ബോണസസ് ഒക്കെ വരുമ്പോൾ. ഇദ്ദേഹത്തെ ഒരു സാലറി ക്യാപ്പിന് പുറത്ത് ഉൾപ്പെടുത്താവുന്ന ഒരു പ്ലെയർ എന്ന നിലയിലും കൂടിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് സാലറി ക്യാപ്പിന് പുറത്ത് കഴിഞ്ഞ വർഷം വരെ ഒരു പ്ലെയറിനെ ആയിരുന്നു രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്, ഇത്തവണ മുതൽ അത് 2 ആകുന്നു. സാധാരണഗതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക ഫോറിൻ പ്ലെയേഴ്സിനെയാണ്. അത് മോഹൻ ബഗാൻ്റെ ഒരു ഇന്ത്യൻ പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 4 CR എങ്കിലുമൊക്കെ സാലറിക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫേഴ്സ് എന്ന നിലയിൽ സംസാരിക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് സനിക.